ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരുപാട് ഐസ്ക്രീം റെസിപ്പീസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമലായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് കുറേ ഐസ്ക്രീം റെസിപ്പീസൊക്കെ ചെയ്തു. ഇന്ന് ഞാൻ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുള്ള ഒരു ക്രീം വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് കാണിക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒരുപാട് നാളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് ഐസ്ക്രീം റെഡിയാക്കുന്നതെന്ന്. അമൂലിൻ്റെ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് മെയിനായിട്ട് ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. നല്ലൊരു ക്രീമാട്ടോ. ഐസ്ക്രീമൊക്കെ നല്ല രുചിയായിട്ട് നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്ത് കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 250 ml അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ ഇത് ഇപ്പം അങ്ങോട്ട് റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. അതാണ് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വർഷത്തിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. നല്ല അടിപൊളിയാണ്. കടയിൽ നിന്നും മേടിക്കുന്ന സെയിം കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഞാൻ സത്യത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് മേടിച്ചിട്ട്. കാരണം ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുമ്പോൾ അത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. ഇത്രയും കൂടിയിട്ട് ആദ്യം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ചൂടാറുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ പാലിന് പകരം അത് ചേർത്താലും മതി കേട്ടോ. നല്ല സ്മൂത്തായിരിക്കും നമ്മുടെ ഐസ്ക്രീം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഡയറക്റ്റ് പാലൊഴിച്ച് തന്നെയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. ഫ്രീസർ ഞാൻ സൂപ്പർ ഫ്രീസ് ആക്കിയിട്ടാണ് കേട്ടോ സാധാരണ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കാറ്. എന്നാലും നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം, നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ കുറച്ച് താമസിച്ചാലും തീർച്ചയായിട്ടും റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.